ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി റിപ്പോർട്ടിനെ വിമർശിക്കുന്നു ഹൈക്കോടതി. തകർന്നതിന്റെ കാരണങ്ങളല്ല വേണ്ടത്, പരിഹരിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. ശാസ്ത്രീയമായ രീതിയിൽ പരിഹരിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും വീഴ്ച പറ്റിയവർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണുദ, നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോഴും കീഴാറ്റൂരിൽ ദേശീയപാത വിള്ളലുണ്ടാവുന്നുണ്ട്. അന്ന് മണ്ണിട്ടുയർത്ത സ്ഥലത്താണ് വിള്ളലുണ്ടാവുന്നത്. കോടതിയുടെ വിഷയത്തിൽ ഇടപെടൽ എന്താണ്? കോടതി പറയുന്നത് എന്താണ് വിഷ്ണു? ഹാഷ്മി, കുരിയാട് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട് ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മണ്ണിന്റെ ദൃഢതയില്ലായ്മയാണ് ഈ അപകടങ്ങൾക്ക് വഴിവെച്ചതെന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിൽ പ്രധാനമായി പറഞ്ഞത്. റിപ്പോർട്ടിന്മേലാണ് കോടതിയുടെ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് പരസ്പരം പഴിചാരുന്ന കാര്യമല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനപ്പുറം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനാണ് കൂടിയാലോചനകൾ നടത്തേണ്ടത്. ശാസ്ത്രീയമായി ഈ പ്രശ്നം പരിഹരിക്കണം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ക്ഷമയോടുകൂടി കാത്തിരുന്നതാണ്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സഹികെട്ടിട്ടുണ്ട്, അവർ ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ദേശീയപാത വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഒപ്പം ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് പുറമെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും കോടതി നാഷണൽ ഹൈവേ അതോറിറ്റിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടി ഇങ്ങനെയാണ്. ഈ സർവീസ് റോഡ്, അതായത് കുരിയാട് ദേശീയപാത തകർന്നതിന് തൊട്ടടുത്തുള്ള സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ തകർച്ച പരിഹരിക്കാനുള്ള ശാസ്ത്രീയമായ ഇടപെടലുണ്ട്. അത് IIT-യുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഇപ്പോഴും പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന ഉറപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. കേസ് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര റിപ്പോർട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. ആ റിപ്പോർട്ടിലായിരിക്കും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും അതോടൊപ്പം തന്നെ ഇതെങ്ങനെ ശാസ്ത്രീയമായി പരിഹരിച്ചു എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയ വിഷയങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ന് പക്ഷേ അത്ര കടന്നാക്രമണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ടിൽ ഒരു പൂർണ്ണ തൃപ്തി കോടതിക്ക് വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.